Assalamu alaikum. Welcome back to Daily Dishes. ഇന്ന് ഞാൻ നല്ലൊരു മാംഗോ പുഡിംഗ് ആണ് തയ്യാറാക്കുന്നത്. ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല കേട്ടോ. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു മാംഗോ പുഡിംഗ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇത് തയ്യാറാക്കാൻ വേണ്ടി നല്ല പഴുത്ത 3 മാങ്ങ എടുത്തിട്ടുണ്ട്. ഈ മാങ്ങേനെ തൊലിയൊക്കെ കളഞ്ഞേച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത ശേഷം അതിൽ നിന്ന് പകുതി എടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഒന്നും കൂടെ കട്ട് ചെയ്ത് വെക്കണം. നമുക്കിത് പുഡിങ്ങിൻ്റെ ഇടയിലേക്ക് ഇട്ട് കൊടുക്കാനല്ല കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ അടുത്തുള്ള മാങ്ങക്ക് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാൻ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ബാക്കിയുള്ള മാങ്ങ എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിൽ വെള്ളമോ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. മാങ്ങ മാത്രം അരച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ഇനി 1/2 കപ്പ് തണുത്ത പാൽ ചേർത്ത് കൊടുക്കാം. പിന്നെ 4 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഇതിപ്പോൾ നല്ല മധുരമുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം മധുരം നോക്കിയിട്ട് കുറവാണെങ്കിൽ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ച ശേഷം നമുക്കിതിലേക്ക് വേണ്ട ബ്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് നമ്മൾ ഈ പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് എടുക്കാം. ഇനി ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ബ്രെഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ പുഡിംഗ് ചെറിയൊരു പാത്രത്തിൽ സെറ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് ബ്രെഡ് ഇത്രയും ചെറുതാക്കി കട്ട് ചെയ്തെടുത്തുള്ളത്. അപ്പോൾ നമ്മൾ വലിയൊരു പാത്രത്തിലൊക്കെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെങ്കിൽ ബ്രെഡ് കട്ട് ചെയ്യണമെന്നില്ല കേട്ടോ. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള പാത്രം എടുത്ത് വെക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള ഓരോരോ ബ്രെഡിൻ്റെ പീസായിട്ട് എടുത്തിട്ട് ഈ മാങ്ങയുടെ മിക്സിലൊന്ന് മുക്കിയ ശേഷം പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ താഴത്തെ ലെയറായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡിൻ്റെ പീസൊക്കെ മാങ്ങയുടെ മിക്സിയിൽ മുക്കിയ ശേഷം ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. ഇടയിലുള്ള ചെറിയ സ്പേസിലൊക്കെ ബ്രെഡ് ഒന്നും കൂടി കട്ട് ചെയ്ത ശേഷം ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ബ്രെഡ് വെച്ചിട്ടുള്ള പുഡിങ്ങിൻ്റെ താഴത്തെ ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. മാങ്ങ ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി വെച്ച് കൊടുത്ത ശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഓരോരോ ബ്രെഡിൻ്റെ പീസായിട്ട് എടുത്തിട്ട് മാങ്ങയുടെ മിക്സിലൊന്ന് മുക്കിയ ശേഷം അടുത്തൊരു ലെയറായിട്ട് നിരത്തി വെച്ച് കൊടുക്കാം. നമ്മൾ താഴത്തെ ലെയർ ചെയ്ത് അതേപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ബ്രെഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്ത ശേഷം ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ക്രീം വെച്ചുള്ള ഒരു ലെയറാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നെസ്ലയുടെ ഈ ഒരു ക്രീമാണ്. 160 ഗ്രാമിൻ്റെ ഒരു ടിന്ന്. ഇതാവുമ്പോൾ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം പുഡിങ്ങിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഇതല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഈ ക്രീമിലിപ്പോൾ മധുരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പുഡിങ്ങിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഏകദേശം ഒരേ ലെവലിൽ നിരത്തി വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ചെറിയൊരു പാത്രം ആയതുകൊണ്ട് ഇത്രയും ക്രീം മതി കേട്ടോ. നമ്മൾ കുറച്ചും കൂടി വലുപ്പമുള്ളൊരു പാത്രത്തിലാണ് പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ക്രീമും കൂട്ടിയെടുക്കണം. പിന്നെ ഈ ക്രീം മധുരം ഉണ്ടാവില്ല. അപ്പോൾ മധുരത്തിനനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ക്രീം ഏകദേശം ഒരേ ലെവലിൽ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മാങ്ങയുടെ പീസും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് പിസ്ത കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് നട്ട്സാണുള്ളതെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കവർ ചെയ്ത ശേഷം ഒരു 5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണം. അപ്പോഴേക്കിത് നന്നായിട്ടൊന്ന് സെറ്റായി വരും. ഞാനിപ്പോൾ ഒരു 5 മണിക്കൂറിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഒരു കത്തി വെച്ച് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇത് സെറ്റായി വന്നാൽ പിന്നെ കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നല്ല ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാംഗോ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ള മാംഗോ പുഡിംഗ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.